മുണ്ടവിശ്വാസികൾ ജാഗ്രതയിൽ ഉഡായിപ്പ് സജിത് പ്ലാച്ചർ വീണ്ടും രംഗത്ത്. പ്ലാച്ചർ സജിത് ജോസഫിനെ അറിയില്ലേ? സുഗതന്റെ കെട്ടഴിച്ച സജിത് പ്ലാച്ചർ, പട്ടിണി മാറ്റുവാൻ വേദപുസ്തകം പക്ഷത്തിൽ വെച്ച് കർത്താവിനെ മൊത്തത്തിൽ തൂക്കിവിറ്റ തീവട്ടി സജിത്. വചനക്കച്ചവടവും അത്ഭുത രോഗശാന്തി ശുശ്രൂഷയും നടത്തി കോടീശ്വരനായപ്പോൾ പെന്തക്കോസ്ത് സഭയിൽ നിന്നും തിരികെ കത്തോലിക്ക സഭയിൽ ചേക്കേറിയ പൂർവാധികം ഭംഗിയായി അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ബ്രദർ സജിത് ജോസഫ്. ധ്യാന പ്രാർത്ഥനകളുടെ മറവിൽ അനേകം ഭർത്തൃമതികളായ യുവതികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത സജിത് ബ്രദർ. ദാരിദ്ര്യം പറഞ്ഞ് അനേകം വിദേശ മലയാളികളുടെ കയ്യിൽ നിന്നും കോടികൾ കടം മേടിച്ച് മുങ്ങി നടക്കുന്ന സജിത് ജോസഫ്. ഗ്രേസ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഉടായ്പ കൂട്ടായ്മയും ആത്മീയ കച്ചവടവും, അതിനോടൊപ്പം ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്ന പേരിൽ ചങ്ങനാശ്ശേരിയിൽ ബാർബിക്യൂ കച്ചവടവും, പരുന്തുംപാറയിൽ റിസോർട്ടും മറ്റ് റിയൽ എസ്റ്റേറ്റ് കച്ചവടവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ സജിത് പ്രവർത്തന മേഖല കേരളത്തിൽ നിന്ന് പുറത്തേക്കും ഇന്ത്യക്ക് വെളിയിലേക്കും മാറ്റിയിരുന്നു. സജിത്തിന്റെ ഉടായ്പ പരിപാടികൾ നടക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഞങ്ങളെ ആ വിവരം വിളിച്ചറിയിക്കാറുണ്ടായിരുന്നു. സജിത് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പഴയ ഉടായ്പ പരിപാടികളുമായി വീണ്ടും സജീവമായി എന്ന് ധാരാളം സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇത്തരം ഒരു വാർത്ത നൽകുന്നത്. സൂക്ഷിക്കുക എന്നറിയിക്കുവാൻ വേണ്ടി മാത്രം. സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി കിടന്ന് കറങ്ങുന്ന ഇവന്റെ ഒരു ഉടായ്പ് രോഗശാന്തി നാടകം കാണുക. ഇവനുള്ള സ്ഥിതിക്ക് ഇവിടെയുള്ള ആശുപത്രികളെല്ലാം, പ്രത്യേകിച്ച് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അടച്ചുപൂട്ടാവുന്നതാണ്. MRI സ്കാനിങ് ഒന്നും ഇനി ആവശ്യമില്ല. കാരണം ഉടായ്പ സജിത്ത് നോക്കി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതും വിശ്വസിക്കുവാൻ ഇവിടെ അനേകരുണ്ടെന്നുള്ളതാണ് ഇവനെ പോലെയുള്ള കുഴിപ്പുളവന്മാർക്ക് ഉള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. ഇത് സജിത് പെന്തക്കോസ്ത് പ്ലാച്ചർ ആയിരുന്നപ്പോഴുള്ള വീഡിയോ ആണ്. മീശയും താടിയും ഒക്കെ വടിച്ചു നടത്തുന്ന ആ നാടകം കാണുക. മരത്തേന്ന് വീണതാണേ, കേട്ടില്ല. 10 രൂപ എടുത്ത് നടലിന് പോട്ടില്ല. എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന ഡോക്ടർ. എവിടെയാ ചികിത്സ ചെയ്യുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടർ ആയിരുന്നു. എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്? ഇത് സംസാരിക്കുവോ? എത്രയിടത്ത് പൊട്ടിയിട്ടുണ്ട്? 15-16 ഇടത്ത് പൊട്ടിട്ടെന്ന് പറഞ്ഞു. 16 ഇടത്ത് പൊട്ടിയിട്ടുണ്ട് നട്ടല്. ഇവിടെ വന്നേ പിന്നെയാണ് ഓർമ്മയില്ലായിരുന്നു. സൗര കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. സൗര കാല് പൊക്ക്, കാല് ചലിപ്പിക്ക്, കാല് മറ്റേ കാല് ചലിപ്പിക്ക്, ഈ കാല് പൊങ്ങട്ടെ. വീഴ്ചയ്ക്ക് ശേഷം കാല് ചലിച്ചിട്ടില്ല. ഇല്ല. ചാടി എഴുന്നേക്ക്. ഓ യേശുവേ നന്ദി. കൈ ഉയർത്ത്. മൊത്തം കെട്ടുകഴിച്ചു. ഞാൻ കണ്ടു അയാളുടെ മേൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോകുന്നേ. കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും അനങ്ങാതിരിക്കാൻ. സ്റ്റെപ്പ് വെച്ച് വഴി കൊടുത്തേ. ആരും പിടിക്കണ്ട. മുണ്ട് മടക്കി കൊടുക്ക. ഓ കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച് തിരിച്ചു വാ. ഓയ് തിരിച്ചു. ഓ ഓടുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നടക്ക്. ആ സാധനം എല്ലാം കൊടുത്തു വിട് വേണമെങ്കിൽ. ഇത്തരം ഉടായ്പകളെ അറസ്റ്റ് ചെയ്യുവാൻ ഇവിടെ നിരവധി നിയമങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ടോ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരന്മാർ പോലും ഇവന്മാരുടെ അനുഗ്രഹത്തിനായി കയ്യും കൂപ്പി ഇവന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിലേക്ക് പോകും. കാരണം ഇത്തരം പൈശാചികദാസന്മാരെ ചുറ്റപ്പറ്റി ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാവും. ഇഷ്ടം പോലെ പണവും കിട്ടും. അതുകൊണ്ടാണ് ഇവന്മാരെ തൊടാൻ മടി. സജിത്തിന്റെ കച്ചവടം ഇപ്പോൾ കൂടുതലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലുമാണ്. കഴിഞ്ഞ മാസം അയർലൻഡിൽ സജിത്തിനെ കൊണ്ടുപോയി നടത്തിയ ഒരു ഉടായ്പ് അത്ഭുത രോഗശാന്തി ശുശ്രൂഷ കാണുക. വളരെ എഡ്യൂക്കേറ്റായ ആളുകൾ പോലും ഈ കോക്കാംബീച്ചിയുടെ പുറകെ പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആളുകൾ എത്ര മണ്ടന്മാരാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. പണ്ടൊക്കെ കേരളത്തിൽ നിന്നും സ്റ്റേജ് ഷോയ്ക്ക് ആർട്ടിസ്റ്റുകളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ് ഇപ്പോൾ ഉടായ്പ സജിത്തിനെ കൊണ്ടുപോകുന്നത്. ഒരു സംഘാടകരും ഉണ്ടാകും ഇതിന് പുറകിൽ. മൊത്തം വരുമാനത്തിന്റെ 50% സജിത്തിനും ബാക്കി 50% സംഘാടകർക്കും. പള്ളികളിൽ പാതിരിമാരുടെ പഴകിയ നമ്പറുകൾ കേൾക്കുവാൻ ഇപ്പോൾ ആളുകൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്തത് കൊണ്ടാണ് സജിത് പ്ലാച്ചറിന് ഇപ്പോൾ വലിയ ഡിമാൻഡ്. അത്തരമൊരു സജിത്തിന്റെ ഉടായ്പ രോഗശാന്തി ശുശ്രൂഷ കാണുക. ഇത് കത്തോലിക്ക സഭയിൽ കയറി ബ്രദറായതിനു ശേഷമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് താടിയും മീശയും ഒക്കെ നമുക്ക് കാണാം. Tetelestai, Tetelestai,
Remini use Chania. Oh, Mini. Jesus saying this. Oh, my daughter. See the suffering of Jesus on the cross. It was not for him. It was for you. Jesus suffered on the cross just for you, my daughter. His pain is your gain. His pain is your gain. Jesus. His pain, the pain that Jesus endured, that is your gain. The pain that he had been through, all the sufferings he had taken on the cross, it is for your healing, for your salvation, for your redemption. Jesus. It's a wonderful healing. Just touch your hands and pray for this. Joy, come. Pray for her. Shari Mary, put your more hands and pray in the name. Jesus. In the name of Jesus. Be healed in the name of Jesus. Hallelujah. Be healed through the stripes of Jesus. Tetelestai. Say. Tetelestai. Oh! I rebuke your spirit. You have no more influence in her body, mind, and spirit. Now I rebuke you and I cancel you. I put divine grace. Amen. Bring her back. Shadabaria. When you go back home, take a sheet of paper, start writing it. More than 250 times you can write it down. This is powerful. This will change your life today. I rebuke the spirit behind this pain. I cancel you in the name of Jesus. I cancel you. Not only these few sisters, but everyone, those who are listening me, online and offline, I'm telling you, it has the power to touch you, to heal you, because this is the last word of Jesus on the cross. If it is not important, Jesus will never say this in the last moment. Everyone's just before the death, any word is very important. This is the last word of Jesus on the cross. And Jesus said, and then after, Jesus bowed his head on his shoulder and he died. So this is ഇത്തരം ഉടായ്പകളുടെ കച്ചവടം പൂട്ടിക്കണമെങ്കിൽ വിശ്വാസികൾ ഉണർന്നെങ്കിലേ സാധിക്കൂ. സജിത്തിനാൽ പറ്റിക്കപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ലോകത്തെമ്പാടുമായി ഉണ്ട്. സജിത്തിനാൽ പറ്റിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ അനുഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ. അത് ഞങ്ങൾ വിശ്വാസികളുടെ അറിവിലേക്കായി നൽകുന്നതുമാണ്. നാളെ സജിത് ജോസഫ് 1 കോടി രൂപയോളം കബളിപ്പിച്ചെടുത്ത ജർമ്മനിയിൽ നിന്നുള്ള ഒരു വിശ്വാസിയുടെ അനുഭവം കേൾക്കാം. സജിത്തിന്റെ പൈശാചിക പരിപാടി എവിടെ കണ്ടാലും ഞങ്ങളെ ഉടനെ അറിയിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.